ഹലോ ഹായ് നമസ്കാരം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ നാഗ്പൂരിൽ നിന്ന് അരിയായിട്ട് മൈസൂർക്ക് വന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. അതിൻ്റെ ബാക്കി ഭാഗമായിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇട്ടിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും വേണം. അപ്പോൾ വീഡിയോ കാണുക, അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കുക, എന്താണ് എങ്ങനെയാണെന്നുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ നമ്മുടെ യാത്ര കർണാടക ആന്ധ്ര ബോർഡറിലാണ്. നമുക്ക് ആദ്യം കിട്ടുക മധുഗിരി എന്ന ടൗൺ നമുക്കാണ് ആദ്യം കിട്ടുക. ഇവിടുന്ന് ഇടത്തേക്കാണ് നമുക്ക് പോകാനുള്ളത്. കർണാടക അപ്പോൾ നമ്മൾ മൈസൂർ എത്തിയിട്ടുണ്ട്. ഇത് അടക്കണഹള്ളി ഇൻഡസ്ട്രിയൽ ഏരിയൻ്റെ ഉള്ളിലാണ് നമുക്ക് ലോഡ് ഇറക്കാറുണ്ട്. ഒരുപാട് കമ്പനികളൊക്കെ ഉള്ള സ്ഥലമാണ്. അതാണ് ഇൻഡസ്ട്രിയൽ ഏരിയ. അപ്പോൾ ഇതിനുള്ളിൽ നമുക്ക് ലോഡ് ഇറക്കാനുള്ളത്. അപ്പോൾ 6 മണി കഴിഞ്ഞു, നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇൻഡസ്ട്രിയലിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇതാ കണ്ടതാണ് നമ്മളെ കമ്പനി തോന്നുന്നുണ്ട്. അത് നമ്മളെ പേര് ഇപ്പോൾ അതാണ് കമ്പനി. അപ്പോൾ അങ്ങനെ ചോദിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അത് ഇവിടെ ഏഷ്യൻ പെയിൻറ്റിൻ്റെ കമ്പനിയാണത്. ഫുൾ ഇൻഡസ്ട്രിയൽ ഏരിയ ആണത്. ഫുള്ളായിട്ട് മൈസൂർ ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്. അപ്പോൾ ബില്ലൊക്കെ കൊടുത്തിട്ടുണ്ട്. അവിടെ പുറത്ത് സൈഡാക്കാൻ പറഞ്ഞേക്കണം. അപ്പോൾ പുറത്ത് സൈഡാക്കിയിട്ടുണ്ട്. കുറേ കാലി വണ്ടിയും കുറേ ലോഡ് വണ്ടിയൊക്കെ ഉണ്ട്. പണി പോളുമെന്നാവോ. 3 വണ്ടി നമ്മളെ മുമ്പിൽ ഇറക്കാണ്ടെന്നാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ നോക്കട്ടെ ഇനി എന്താ വിവരം കിട്ടുക എന്നുള്ളത്. 6:30 മണി ആയിട്ടുള്ളൂ രാവിലെ. റോഡ് 2 സൈഡിലും വണ്ടികളാണ്. അപ്പം ഇന്നലെ നമ്മളെ ലോഡ് ഇറങ്ങിയിട്ടില്ല. ശനിയാഴ്ച, ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ്. ഇന്നിപ്പോൾ രാവിലെ 6:30 വിളിച്ചിട്ട് അവർ ഫയലും ഒക്കെ എൻട്രി ആക്കിയിട്ടുണ്ട്. ഡ്രൈവർ കയറാനുള്ള ലൈസൻസ് ഒരു ഡ്രൈവർക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ കയറിയിട്ടില്ല, വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പോൾ ലോഡ് കയറ്റാനുള്ള വണ്ടികൾ കയറാൻ നിൽക്കണം, വരി നിൽക്കണം. എപ്പോഴാണ് നമ്മളെ വിളിക്കുക എപ്പോഴാണെന്ന് അറിയില്ല. എൻ്റെ തിരക്കത്തൊക്കെ കാലി വണ്ടികൾ കയറ്റാൻ വേണ്ടി ലോഡ് കയറ്റാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതിനുള്ളത്. 2 സൈഡിലും ഉണ്ട്. അവിടെ ഇങ്ങനെ വരിക്കണത്, ഇവിടെ ഈ സൈഡിൽ വരിക്കണത്. എപ്പോഴാണ് വിളിക്കാൻ നോക്കാം. നേരം 50 മണിയായി. 6:30 വിളിച്ചിക്കാണ്ട് നമ്മളെ വണ്ടിൻ്റെ ഫയല് ഒക്കെ നമ്മൾ എൻട്രി ആക്കി വെച്ചിട്ടുണ്ട് കയറാൻ വേണ്ടിയിട്ട്. ഒരു ഡ്രൈവർക്ക് കയറാൻ പറ്റുള്ളൂ, ഒരാൾക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ ലൈസൻസ് ഞാൻ കൊണ്ടേ കാണിച്ചെടുത്ത് ഒപ്പൊക്കെ ഇട്ട് വെച്ചേക്കാണ്. ഇനി വിളിക്കുമ്പോൾ കയറണം. അപ്പോൾ നമ്മളിതുവരെ കമ്പനിയിൽ കയറിയിട്ടില്ല. കമ്പനീൻ്റെ പുറത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു മരത്തിൻ്റെ ചോട്ട് നല്ലൊരു തണലുണ്ട്, അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഏഷ്യൻ പെയിൻറ്റിൻ്റെ പാർക്കിങ്ങാണ്. അറച്ച് വണ്ടികളാണ്. അവിടെ ഇങ്ങനെ അനൗൺസ് നടക്കുന്നുണ്ട് ഓരോ വണ്ടികൾ. ഇവിടെ പുറത്തുള്ളതൊക്കെ നമ്മളെ കമ്പനിക്കുള്ള വണ്ടികളാണ്. ഇന്നിപ്പോൾ തിങ്കളാഴ്ച ആയി. ശനിയാഴ്ച രാവിലെ എത്തിയതാണ് വണ്ടി. ചെറിയ ഉള്ളിലേക്ക് വിളിച്ചിട്ടില്ല. ഗോതമ്പ് വണ്ടിയാണ് ഇപ്പോൾ ഉള്ളിൽ കയറി ഇറക്കലും കഴിഞ്ഞിട്ടുണ്ടാകും. ഗോതമ്പാണ് അവിടെ അർജൻറ്റ്. അരി കുറച്ച് അർജൻറ്റ് കുറവുള്ള സാധനം. ഇത് ബിയർ ഉണ്ടാക്കുന്ന കമ്പനിയാണ് കേട്ടോ നമ്മൾ വന്നിട്ടുള്ളത്. ഗോതമ്പ് കൊണ്ടാണ് ബിയർ ഉണ്ടാക്കുന്നത്. അതിലേക്ക് മധുരം ചേർക്കാനാണ് അരി വരുന്നതെന്നാണ് ഇപ്പോൾ അറിഞ്ഞത്. അങ്ങനെ ഇപ്പം നമുക്ക് അറിവ് കിട്ടിയത്. നമ്മളെ കൊണ്ടുവരുന്ന അരി കൊണ്ടാണല്ലോ അതിൽ മധുരം ഉണ്ടാക്കണം. എന്താ അങ്ങനെയാണ് പറഞ്ഞത്, എന്താണോ. ഇപ്പോൾ ഗോതമ്പാണ് കാര്യമായിട്ട് ഇറങ്ങണത്. അതിൻ്റെ ഇടയിൽ മധുരത്തിനായിട്ടുള്ള അരി ഇറങ്ങും. അത് നമ്മൾ ഇങ്ങനെ ഡിലേ ആയത് നമുക്ക് ഇറങ്ങാൻ. ഇനി എപ്പോഴാണ് അവർ വിളിക്കാമെന്നറിയില്ല. ഗേറ്റിൽ ചോദിക്കുമ്പോൾ ഉള്ളിൽ നിന്ന് കോള് ചെയ്യണം, അവിടുന്ന് വിവരം കിട്ടണം വണ്ടി വിടാൻ എന്നാണ് അവർ പറയണത് ഗേറ്റിൽ ചോദിക്കുമ്പോൾ.
ഉള്ളിൽ നിന്ന് വിളിക്കും, ഇനി വണ്ടി വിടാൻ പറയും. അപ്പോൾ ഞങ്ങൾക്കത് വിടാൻ പറ്റുള്ളൂ. അരിവണ്ടി വിടാൻ പറഞ്ഞിട്ടില്ല. അരിവണ്ടിയിലിപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ 3 വണ്ടി, ഞങ്ങൾ 4ാമത്തെ വണ്ടിയായിരുന്നു. അപ്പോൾ ആ 3 വണ്ടിയും കഴിഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് വണ്ടിയാണെന്നാണ് പറഞ്ഞത്. അരിവണ്ടി നിങ്ങളെ ഫസ്റ്റ് വണ്ടിയാണ്. അവിടെ നിന്ന് വിളിക്കട്ടെ, വിളിക്കുമ്പോൾ നിങ്ങൾക്ക് കയറാമെന്നാണ് പറഞ്ഞത്. കൊണ്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഏതായാലും ലോറിക്കാരോരോ ജീവിതങ്ങൾ, ലോറിക്കാരുടെ ജീവിതം ഇങ്ങനെ തീരും. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് കയറുകയാണ്. ഉള്ളിലേക്ക് കയറാനായിട്ടുണ്ട്. അപ്പോൾ കോട്ടൊക്കെ താണ്ടല്ലോ, കോട്ടൊക്കെ വേണം, കോട്ട് വേണം, ഷൂ വേണം, പാൻറ്റ് വേണം. ഒരു വണ്ടി ആ വണ്ടി പുറത്തിറങ്ങിയാൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറാം. ഇനി എത്ര സമയം വേണ്ടിയിരുന്നോ പുറത്ത് ചാടി കിട്ടാൻ, നോക്കട്ടെ എന്തായാലും. അപ്പോൾ കമ്പനീൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ഉള്ളിൽ കയറി നിർത്തിക്കണു. ഒരു വണ്ടി അവിടെ ഇറക്കണുണ്ട്. അത് കഴിഞ്ഞിട്ട് വെക്കാമെന്നാണ് പറഞ്ഞത്. ഇറക്കാൻ അത് ഒരെണ്ണം വന്നിട്ട് സാമ്പിൾ എടുക്കുന്നുണ്ട് നമ്മളെ വണ്ടിയിൽ നിന്ന്. സാമ്പിൾ എടുത്ത് കൊണ്ടുപോകണം. അതിൻ്റെ പുറമെ നമുക്ക് ഡ്രൈവർമാർക്ക് വണ്ടി ഉള്ളിലേക്ക് കയറുമ്പോൾ ഒരു കാർഡൊക്കെ തരുന്നുണ്ട്. സേഫ്റ്റി ഇൻസ്ട്രക്ഷൻ ഫോർ ട്രക്ക് ഡ്രൈവേഴ്സ്. കുറേ ഉണ്ട് ഇതിൽ. ഓരോരോ മെഷീനറിയാണ്. നമ്മളൊക്കെ പുറത്തിറങ്ങിയിരിക്കാനൊന്നും പാടില്ല. നമ്മൾ വണ്ടിൻ്റെ ഉള്ളിൽ ഇരിക്കുക. പായ കഴിച്ച് കൊടുത്തുകൊണ്ട് നമ്മൾ വണ്ടി കയറി ഇരിക്കണം. പിന്നെ ഓല ഇറക്കുക. നമ്മൾ പുറത്തിറങ്ങി ഇറക്കാനൊന്നും പാടില്ല. അവിടെ എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം, നേരെ പുറത്തിറങ്ങി പോവാം. അപ്പോൾ അങ്ങനെ അപ്പോൾ ഒരു ലോഡ് ഇറക്കട്ടെ. തന്നെ ബാക്കി നമുക്ക് പിന്നെ നോക്കാം. അപ്പോൾ നമ്മളെ വണ്ടി ഇറക്കൽ സ്റ്റാർട്ടായിട്ടുണ്ട്. 1.5 മണിക്കൂർ കൊണ്ട് ഇറക്കി തീരുമെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ നോക്കുക. ഏതായാലും ഇറക്കൽ തുടങ്ങിയാൽ അതിനൊരു സമാധാനം. 3 ദിവസമായി. ശനിയാഴ്ച വന്നല്ലേ, ശനി ഞായർ തിങ്കൾ, തിങ്കളാഴ്ചയാണ് ഇപ്പം ഇറക്കണത്. ലോഡ് കിട്ടിയ ലോഡ് ഇറക്കാൻ ഒക്കെ ബുദ്ധിമുട്ടാണ്. പിന്നെ ഇറക്കിയിട്ട് അടുത്ത മൈസൂർ ഓഫീസിൽ പോകണം. നാട്ടിൽ എന്തെങ്കിലും ലോക്കൽ എടുത്തിട്ട് പോകണം. വീട്ടിൽ നിന്ന് പോന്നിട്ട് 10-15 ദിവസമായി. ലോഡിൻ്റെ ഒക്കെ പ്രശ്നം, എല്ലായിടത്തും ആൾട്ടിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ കമ്പനിൻ്റെ പുറത്ത് നമ്മൾ ഇറങ്ങി നടക്കാൻ പാടില്ല, വണ്ടിയിലിരിക്കണം. അതല്ലെങ്കിൽ ഈ മാർക്ക് ചെയ്തിങ്ങനെ നടക്കാനുള്ള വഴിയാണ്. ഇതിവിടെ നമ്മൾ പുറത്തേക്ക് പോവാം. നമുക്ക് വണ്ടി നിർത്തി കൊടുത്ത് ലോഡ് ഇറക്കുമ്പോൾ പുറത്തേക്ക് പോവാം. ഒക്കെ ലൈന്, ആ ലൈനിൻ്റെ സൈഡിൽ കൂടെ ലൈനുള്ളത്. അതിൽ കൂടെ നമുക്ക് ഇങ്ങനെ പുറത്ത് പോകാം. പുറത്ത് പോയി നിൽക്കുക. ലോഡ് ഇറക്കി കഴിയുമ്പോൾ ഉള്ളിൽ വരാം. പക്ഷെ വണ്ടിയിൽ നിന്ന് ഇവിടെ ഒന്നും ഇറങ്ങി നടക്കാനോ ഒന്നും പാടില്ല. ഓരോ കമ്പനി ഓരോ റൂൾസുകൾ ആണല്ലോ, കമ്പനികളല്ലേ. ഏതായാലും ഇങ്ങനത്തെ കമ്പനികളൊക്കെ ഉള്ളതൊക്കെ ഇപ്പോൾ ഈ കർണാടകയ്ക്ക് ഇതൊക്കെ ഒരു വരുമാനമാണല്ലോ. നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഇതുപോലൊക്കെ ഓരോരോ കമ്പനികളൊക്കെ പ്രൈവറ്റ് ആയാലും വന്നു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിന് അതൊരു വരുമാന മാർഗമാവും. അപ്പോൾ കുറച്ച് വിശേഷങ്ങളായിട്ട് നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മൾ ഏതായാലും ലോഡ് ഇറക്കി തീരാറായിട്ടുണ്ട്. ഇനി മൈസൂരിന് ലോഡ് എന്തെങ്കിലും നോക്കണം. അപ്പോൾ അതിൻ്റെ വീഡിയോ അടുത്ത വീഡിയോ നമുക്ക് ചെയ്യാം. അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണും വരേക്കും എല്ലാവർക്കും ബൈ.